നമസ്കാരം. അതെ, ഡൊണാൾഡ് ട്രംപ് എന്ന വൻമരം വീഴുന്നു. അടുത്തത് ആരെന്ന് ചോദിക്കുന്നത് നമ്മളാരുമല്ല, അമേരിക്ക തന്നെ. അമേരിക്കൻ രാഷ്ട്രീയ ചർച്ചകൾക്കിടെ അവിടെ പ്രധാന നേതാക്കളുടെ വായിൽ നിന്ന് തന്നെ വീണ വാക്കുകളാണ് BBC ഉൾപ്പെടെ ഇപ്പോൾ വാർത്തകളാക്കിയിരിക്കുന്നത്. സംഭവം ഇങ്ങനെയാണ്. ജർമ്മനിയിലെ മ്യൂണിക് നഗരത്തിൽ നടന്ന മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസ് ഈ വർഷം ആഗോള രാഷ്ട്രീയ ശ്രദ്ധയുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രസംഗം യൂറോപ്യൻ നേതാക്കൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒന്നായിരുന്നു. മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകാലത്ത് US യൂറോപ്പ് ബന്ധങ്ങളിൽ ഉണ്ടായ ക്ഷയത്തെ തുടർന്ന് റൂബിയോ എന്ത് സന്ദേശമാണ് നൽകുക എന്ന ആശങ്ക യൂറോപ്പിൽ നിലനിന്നിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ബന്ധങ്ങൾ പൂർണ്ണമായും തകരാനില്ലെന്ന ഉറപ്പാണ് നൽകിയത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും സഖ്യബന്ധം നിലനിൽക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. സമ്മേളനത്തിൽ റൂബിയോ അമേരിക്കയുടെ ശബ്ദമായിരുന്നു. കഴിഞ്ഞ വർഷം ഉപരാഷ്ട്രപതി JD വാൻസ് നടത്തിയ കടുത്ത വിമർശന പ്രസംഗം യൂറോപ്പിൽ വലിയ പ്രതികരണം സൃഷ്ടിച്ചിരുന്നു. ഇത്തവണ ചില അമേരിക്കൻ നേതാക്കൾ ആശ്വാസഭാവത്തിലാണ് സംസാരിച്ചത്. കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസമാണ് പറഞ്ഞത്, ഡൊണാൾഡ് ട്രംപ് താൽക്കാലികമാണ്, 3 വർഷത്തിനകം അദ്ദേഹം അധികാരത്തിൽ ഉണ്ടാകില്ല എന്നാണ്. 2028 പ്രസിഡന്റ്ഷിപ്പ് മത്സരത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് സാധ്യതയുള്ള നേതാക്കളിൽ ഒരാളായി ന്യൂസം കണക്കാക്കപ്പെടുന്നു. ന്യൂ ഹാംഷയർ സെനറ്റർ ജീൻ ഷാഹിൻ യൂറോപ്യൻ സഖ്യരാജ്യങ്ങളോടുള്ള അമേരിക്കയുടെ പ്രതിബദ്ധത ആവർത്തിച്ചു. എന്നാൽ ട്രംപിന്റെ വിദേശ നയ സമീപനം ഇപ്പോഴും യൂറോപ്പിൽ ആശങ്ക സൃഷ്ടിക്കുന്ന വിഷയമാണ്. ഗ്രീൻലാൻഡിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഉൾപ്പെടെ അമേരിക്കൻ നയത്തിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാകാമെന്ന സൂചന വന്നിട്ടുണ്ട്. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങളും സമ്മേളനത്തിൽ ചർച്ചയായി. വിർജീനിയ സെനറ്റർ മാർക്ക് വാർണർ വരാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പുകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു. തെരഞ്ഞെടുപ്പുകളിൽ ദേശീയ തിരിച്ചറിയൽ നിർബന്ധമാക്കാനുള്ള നീക്കങ്ങൾ ജനാധിപത്യത്തിന് ഭീഷണിയാകാമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അരിസോണ സെനറ്റർ മാർക്ക് കെല്ലിയും മിഷിഗൻ സെനറ്റർ എലിസ സ്കോട്ടിനും ഭരണകൂടത്തിന്റെ വിമർശനങ്ങൾക്ക് മറുപടി നൽകി. അമേരിക്ക ഒരു വലിയ മാറ്റത്തിന്റെ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്, എന്നാൽ നാം അതും കടന്നു പോകും എന്നാണ് സ്കോട്ടിന്റെ പ്രതികരണം. അരിസോണ സെനറ്റർ മാർക്ക് കെല്ലിയും മിഷിഗൻ സെനറ്റർ എലിസ സ്ലോട്കിനും ഭരണകൂടത്തിന്റെ വിമർശനങ്ങൾക്ക് മറുപടി നൽകി. അമേരിക്ക ഒരു വലിയ മാറ്റത്തിന്റെ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്, എന്നാൽ നാം അതും കടന്നു പോകുമെന്നായിരുന്നു സ്ലോട്കിന്റെ പ്രതികരണം. സമ്മേളനത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു ന്യൂയോർക്ക് കോൺഗ്രസ് അംഗം അലക്സാൻഡ്രിയ ഒകാസിയോ കോർട്ടസ്. സാമ്പത്തിക അസമത്വവും അധികാരാധിഷ്ഠിത ഭരണകൂടങ്ങളുടെ ഉയർച്ചയും തമ്മിൽ ബന്ധമുണ്ടെന്നവർ ചൂണ്ടിക്കാട്ടി. പശ്ചിമ ജനാധിപത്യങ്ങൾ തൊഴിൽ വിഭാഗങ്ങൾക്ക് നേട്ടങ്ങൾ നൽകാൻ പരാജയപ്പെട്ടാൽ അധികാരാധിഷ്ഠിത ശക്തികൾക്ക് വഴിയൊരുങ്ങുമെന്നാണ് അവരുടെ മുന്നറിയിപ്പ്. അരിസോണ സെനറ്റർ റൂബൻ ഗെല്ലഗോ യൂറോപ്പിന്റെ ആശങ്കകൾ കുറയ്ക്കാൻ ശ്രമിച്ചു. ഇത് ട്രംപിനെ കുറിച്ചുള്ള കഥ മാത്രമല്ല, അമേരിക്ക ഇപ്പോഴും അവിടെ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു. മൊത്തത്തിൽ മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസ് അമേരിക്ക യൂറോപ്പ് ബന്ധങ്ങളിലുള്ള ഭിന്നതകൾ തുറന്നു കാട്ടിയെങ്കിലും സഖ്യബന്ധം നിലനിർത്താനുള്ള ശ്രമം തുടരുന്നുവെന്ന സന്ദേശവും നൽകുന്നു. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ ആഗോള വേദികളിലും ശക്തമായി പ്രതിഫലിക്കുന്നുവെന്നത് വ്യക്തമാണ്.